ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെ കരുണയെന്നുണ്ടെങ്കിൽ കമലേശ്വരത്തിലേക്ക് പോകുന്നുണ്ട്. പ്രതാപനോടും മുത്തശ്ശിയോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ആ മഹാലക്ഷ്മി അവൾ എന്നെ കുറെ ഉപദ്രവിച്ചു. അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് അവൾ ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. ഇനി എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും, മോളെ നീ എന്ത് ചെയ്യണമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കണ്ണൻ തന്നെയായിരിക്കും ഇവനെ ജയിലിലാക്കാൻ പോകണത് എന്നെല്ലാം പറയുന്ന സമയത്ത്, കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊന്നിട്ട് ജയിലിൽ പോവാൻ അച്ഛനൊരു മടിയും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ജയിലിൽ പോവാൻ ഒരു മടിയുമില്ല. എന്നെ അവൻ ജയിലിലേക്ക് ആക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ആ കണ്ണനെയും മഹാലക്ഷ്മിനെയും ഇല്ലാതാക്കും. എപ്പോഴായാലും ശിക്ഷയൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലാവധി മാത്രമല്ലേ കുറച്ച് കൂടുള്ളൂ. അതൊന്നും കുഴപ്പമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഏതായാലും രണ്ടും കൽപ്പിച്ച് പോണ കരുണയെ കണ്ടിട്ട് പ്രതാപനും മുത്തശ്ശി എന്നുണ്ടെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അവ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയം കരുണയെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യും. അതിനിപ്പോൾ കുറച്ച് കാലാവധി മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം. എനിക്ക് ഇങ്ങനെ രണ്ടും കെട്ടൊരു ജീവിതം ജീവിക്കാൻ എനിക്ക് വയ്യ എന്നെല്ലാം പറയുന്ന സമയത്ത്, നീ എന്തൊക്കെയാണ് പറയണത്? നീ എന്തിനാണ് ആ മഹാലക്ഷ്മിയുടെ കാൽക്കല് ഇങ്ങനെ കിടക്കണത് എന്നെല്ലാം ചോദിക്കുമ്പോൾ, അതെല്ലാം നിങ്ങൾ വൈകാണ്ടറിയും. എന്തായാലും ആ ഒരു ഉത്തരം നിങ്ങളെ തേടിയെത്തും എന്ന് മാത്രം ഉണ്ണിയോട് പറയുന്നുണ്ട്. പിന്നീട് അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കണ പ്രതാപനെയും മുത്തശ്ശിയെയും മോഹിനി കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മകളെ ഇല്ലാതാക്കാൻ നോക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കരുണയ്ക്ക് എന്താണ് ഇപ്പോൾ കുഴപ്പം? അവൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ലേ? അവളും അവളുടെ ഭർത്താവും നന്നാവണം. എന്നാൽ മാത്രമേ അവളുടെ ജീവിതം നല്ലപോലെ മുന്നോട്ട് പോവുള്ളൂ എന്നെല്ലാം പറയുന്ന സമയത്ത് മുത്തശ്ശി എന്നുണ്ടെങ്കിലും മോഹിനിയെ കളിയാക്കുന്നുണ്ട്. അതായത് നിന്റെ മകള് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവളെ ഞങ്ങൾ വൈകാതെ ഇല്ലാതാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞ് നേരാവണ്ണം ജനിക്കില്ല എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ മോഹിനി എന്നുണ്ടെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. പിന്നീട് ലേഖ എന്നുണ്ടെങ്കിൽ അനന്തനോട് പറയുന്നുണ്ട്, മഞ്ജു മഹിയും ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അവിടെ അടുക്കള കാര്യമൊക്കെ നോക്കുന്നത് ആ കരുണയാണ്. അമ്മയാൻ പോവണ രണ്ടുപേരും ഒരേ വീട്ടില് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. അവൾ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ അപായപ്പെടുത്തും എന്ന് പറയുന്ന സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കരുത്. കണ്ണനല്ലേ, നമുക്ക് എന്തായാലും നോക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ലേഖയ്ക്ക് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ നല്ല ടെൻഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കരുണ എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തീരുമാനമെടുത്ത പോലെ നിൽക്കുന്നുണ്ട്. കരുണയോട് മഹാലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ ചായ ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്താ അവിടെ ചെയ്യണത്? പോയി പണിയെടുക്കടി എന്നെല്ലാം പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കതിന് പറ്റില്ല. നീ എന്നെ കുറേയായി ഉപദ്രവിക്കുന്നത്. നിന്റെ കാൽക്കല് ഇങ്ങനെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതം എന്തായാലും ഇല്ലാതായെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടൊക്കെ തന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് മഹി എന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് ഇറങ്ങി പോണ സമയത്ത് കരുണയ്ക്ക് എന്നുണ്ടെങ്കിൽ അവളുടെ സന്തോഷം കണ്ടിട്ട് ആകെ ദേഷ്യം വന്നിട്ട് മഹാലക്ഷ്മിയെ ആ പടിക്കൽ നിന്നും തള്ളിയിടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മഞ്ജു എന്നുണ്ടെങ്കിൽ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ വീഴ്ചയിൽ സന്തോഷം കൊണ്ട് കരുണ എന്നുണ്ടെങ്കിൽ തായോട്ടനെ നോക്കി ചിരിക്കുകയാണ്. മഞ്ജു എന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കണ്ണനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്.